പരിചരിക്കാൻ കുടുംബാംഗങ്ങളെ അനുവദിക്കണമെന്ന മദനിയുടെ ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിയായ അബ്ദുൽ നാസർ മദനിക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മദനി കർണാടക ഹൈക്കോടതിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. പ്രമേഹ രോഗബാധയെ തുടർന്ന് കണ്ണുകളുടെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടുവെന്ന് മദനിയുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. കാലിനും ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് മദനി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചാലും അതനുസരിച്ച് ചികിത്സ തേടാമെന്ന് മദനിയുടെ അഭിഭാഷകർ കോടതിക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ മദനിയുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. മതിയായ ചികിത്സ അബ്ദുൽ നാസർ മദനിക്ക് ലഭ്യമാകാമെന്നും അതിനുവേണ്ടി ജാമ്യം അനുവദിക്കേണ്ടതില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് മദനിയുടെ ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളിയത്. എന്നാൽ പോലീസ് സംരക്ഷണയിൽ അബ്ദുൽ നാസർ മദനിക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ കോടതി അനുവാദം നൽകി. ബംഗളൂരുവിലെ സൗഖ്യ ആയുർവേദ ആശുപത്രിയിലും അഗർവാൾ കണ്ണാശുപത്രിയിലുമാണ് സ്വന്തം ചെലവിൽ മദനിക്ക് ചികിത്സ തേടാവുന്നത്. എന്നാൽ ചികിത്സാ കാലയളവിൽ സഹായത്തിനായി കുടുംബാംഗങ്ങളെ അനുവദിക്കണമെന്ന മദനിയുടെ ആവശ്യം കോടതി തള്ളി. കർണാടക ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അബ്ദുൽ നാസർ മദനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉസ്മാൻ പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഒരു ഓർഡറിനെ ലംഘിച്ചോ ഇല്ല എന്നുള്ള മാത്രമാണ് കോടതി ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇനി അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുന്നതുമാണ്. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കുന്നതിൽ കർണാടക സർക്കാർ വീഴ്ച വരുത്തിയെന്ന ആരോപണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല. ബംഗളൂരു സ്ഫോടന കേസിൽ 2010 ഓഗസ്റ്റ് 17-നാണ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നത്. 2 വർഷവും 4 മാസവും നീണ്ട വിചാരണ തടവിനിടയിൽ മദനിക്ക് ഒരിക്കലും ജാമ്യം ലഭിച്ചിരുന്നില്ല. സുപ്രീം കോടതിയും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നേരത്തെ നിരാകരിച്ചിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ധന്യ രാജേന്ദ്രൻ ബാംഗ്ലൂരിൽ നിന്ന്, ടൈംസ് നൗവിന്റെ സൗത്ത് ഇന്ത്യ ബ്യൂറോ ചീഫ്. ധന്യ, എന്തൊക്കെ കാരണങ്ങളാലാണ് കോടതി മദനിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്? മദനി ജാമ്യാപേക്ഷ മൂവ് ചെയ്തപ്പോൾ തന്നെ വക്കീൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ശരിയല്ല, അദ്ദേഹത്തിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചികിത്സ തേടണമെന്നാണ്. എന്നാൽ ഗവർണർ വക്കീൽ വളരെ ശക്തമായി തന്നെ ഈ ബെയിൽ എതിർത്തിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഈ 2008 സ്ഫോടന കേസ് ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ അവസാനിക്കുന്നത് വരെ മദനിയെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്. വളരെ ശക്തമായി തന്നെ കുറെ ദിവസം നടന്നു വന്ന ഈ ബെയിൽ ഹിയറിംഗിൽ സർക്കാർ അഡ്വക്കേറ്റ് കോടതിയോട് അതാണ് പറഞ്ഞത്. ഈ കേസിന്റെ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതുവരെ മദനിക്ക് ബെയിൽ കൊടുക്കാൻ പറ്റില്ല. 2010 ഓഗസ്റ്റിൽ മദനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു അവസ്ഥ നിലനിന്നത് ബാംഗ്ലൂർ പോലീസിന് അറിയാമായിരുന്നു. ഈ കേസിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മദനിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നാൽ, വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ കേസിന്റെ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ മദനിയെ വിടില്ല എന്ന് തന്നെയാണ് ബാംഗ്ലൂർ പോലീസിന്റെ തീരുമാനം. സുപ്രീം കോടതിയിൽ മദനി പോയാലും ഇത് തന്നെയാണ് പോലീസും കർണാടക സർക്കാരും കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ദയവായി തുടരണം ശ്രീമതി ധന്യ രാജേന്ദ്രൻ. ശ്രീ പൂന്തറസിറാജ്, അറസ്റ്റിന് വഴങ്ങാതിരുന്നതാണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള കാരണമായി ചിലർക്കെങ്കിലും തോന്നുന്നത്. ശ്രീ പൂന്തറസിറാജ്, യഥാർത്ഥത്തിൽ അത് വസ്തുതാ വിരുദ്ധമാണ്. ഇവിടെ നിയമത്തിന്റെ വഴിക്കല്ല, നിയമം അബ്ദുൽ നാസർ മദനിയുടെ ശത്രുപക്ഷത്തിന്റെ വഴിക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. എപ്പോഴൊക്കെ അബ്ദുൽ നാസർ മദനിക്ക് നീതി ലഭ്യമാകുമെന്ന് കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഭരണകൂടം അതിശക്തമായി ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെ അത് അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് സുപ്രീം കോടതിയിലായാലും ശരി തന്നെ, ഏറ്റവും ഒടുവിൽ ഇപ്പോ നമ്മുടെ കർണാടക ഹൈക്കോടതിയിലും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മദനിയെ ജയിലിലിട്ട് നശിപ്പിക്കണമെന്നുള്ള ശത്രുപക്ഷത്തിന്റെ ആസൂത്രിത ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ കോടതിയുടെ. ശ്രീ സിറാജ്, ഇന്നത്തെ സാഹചര്യത്തിൽ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോടതിയാണ് ശത്രുപക്ഷത്തുള്ളത്, താങ്കളുടെ വ്യാഖ്യാനം അനുസരിച്ച്. അല്ലല്ല, കോടതിയല്ല ശത്രുപക്ഷത്തുള്ളത്, പറയൂ. കോടതിയല്ല ശത്രുപക്ഷത്തുള്ളത്. നീതിന്യായ സംവിധാനങ്ങളെ ബോധപൂർവം വളരെ ആസൂത്രിതമായി, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബംഗളൂരിൽ നിന്നിറങ്ങുന്ന കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇറങ്ങുന്ന മീഡിയ, വർത്തമാന പത്രങ്ങൾ കണ്ണോടിച്ച് നോക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കോടതിയെ പത്രങ്ങൾക്കോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ ഒരു പരിധി വിട്ട് സ്വാധീനിക്കാൻ കഴിയുമോ? അന്തിമ തീരുമാനമെടുക്കുന്നത് കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. കോടതി ആ ജാമ്യം നിഷേധിക്കുന്നതിന് ഉണ്ടാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് അറസ്റ്റിന് വഴങ്ങാതെ 4-5 ദിവസം അബ്ദുൽ നാസർ മദനി കൊല്ലത്ത് കഴിഞ്ഞുകൂടിയത്, അദ്ദേഹം ഒളിവിൽ പോയത് ഒക്കെയായിരുന്നു. ഈ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഉദാഹരണത്തിന്
നമ്മുടെ വ്യവസ്ഥിതിയുടെ പരാജയത്തിന്റെ ബലിയാടായി 9.5 വർഷക്കാലം കോയമ്പത്തൂരിൽ കഴിയേണ്ടി വന്ന ദുരവസ്ഥ, ആ ദുരവസ്ഥ ഓർമ്മയിലുള്ളത് കൊണ്ടാണ് ഈ കള്ളക്കേസിൽ വീണ്ടും ബംഗളൂരിലേക്ക് കൊണ്ടുപോയാൽ കോയമ്പത്തൂർ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള അതിശക്തമായ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ കള്ളക്കേസിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രക്ഷോഭവുമായിട്ട് നിന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതൊന്നുമല്ല. ഇപ്പോ അബ്ദുൽ നാസർ മദനി കർണാടക ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയത് കേസിന്റെ ഉള്ളടക്കം ഒന്നും പ്രതിപാദിച്ചുകൊണ്ടല്ല. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ രോഗം വല്ലാത്ത അവസ്ഥയിലാണ്, അതീവ ഗുരുതരമായ നിലയിലാണ് ഞാൻ കഴിയുന്നത്, ഞാൻ വികലാംഗനാണ്, എനിക്ക് ബന്ധുക്കളുടെ സഹായം. അനാരോഗ്യമാണ് വിഷയമെങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അബ്ദുൽ നാസർ മദനിയുടെ അഭിഭാഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പോലീസ് സംരക്ഷണത്തോടുകൂടി മദനിക്ക് സ്വന്തം ചെലവിൽ ചികിത്സ നൽകാം എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അല്ല, അതൊരു സൗജന്യമല്ല. നേരത്തെ ആ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇവിടെ മദനിക്ക് സ്വന്തം പണം ചെലവാക്കി ആശുപത്രിയിൽ ചികിത്സ നടത്താം. അത് പോലീസ് കാവലിലേക്കും സഹായിയെ അനുവദിച്ചിട്ടില്ല. അത് ഈ വിഷയത്തിന്റെ ഒരു ചെറിയ വശം മാത്രമേ ആവുന്നുള്ളൂ. ഹൈക്കോടതിയെ സമീപിച്ചത് ജാമ്യത്തിന് വേണ്ടിയായിരുന്നു. നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചത് ജാമ്യത്തിന് വേണ്ടിയായിരുന്നു. എന്തുകൊണ്ട് മദനിക്ക് ജാമ്യം നിഷേധിക്കുന്നു എന്നതിന് കാരണം കാണിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത കോടതി നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതിന് കാരണമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബാംഗ്ലൂർ സ്ഫോടന കേസിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ പങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ബോധ്യപ്പെടുത്തും. ഇനി ഒരിക്കൽ കൂടി അബ്ദുൽ നാസർ മദനിയെ വീണ്ടും വിചാരണക്കായി കൊണ്ടുവരികയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം അത് പഴയ നടപടികൾ ആവർത്തിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനും അനുവദിക്കാനും കഴിയാത്തതായി തുടരും. ജാമ്യം നിഷേധിക്കുന്നതിന് ഈ പറഞ്ഞത് ഒരു കാരണമാണ്. പക്ഷെ അതാണ് കാരണമെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാണിക്കുന്ന ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താ, ജാമ്യത്തെ കുറിച്ച് വാദം കേൾക്കാൻ പോലും കോടതി തയ്യാറാകുന്നില്ല. ജാമ്യ ഹർജിയിൽ കോടതി വാദം കേൾക്കുന്നില്ല. അത് സുപ്രീം കോടതി അങ്ങനെ ചെയ്തു, ഹൈക്കോടതി ഇങ്ങനെ ചെയ്യുന്നു. വേണമെങ്കിൽ മറ്റെന്തെങ്കിലും വേണമോ, ചികിത്സ വേണമോ, മരുന്ന് വേണമോ, അക്കാര്യത്തിൽ പറയൂ. ജാമ്യത്തെ കുറിച്ച് വാദിക്കേണ്ട ആർഗ്യുമെന്റ് ആവശ്യമില്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാട് കോടതി സ്വീകരിക്കുന്നു. അതിനുള്ള കാരണമാണ് വ്യക്തമാക്കാത്തത്. ഒരുപക്ഷെ കാരണം ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന ആ ഡ്രാക്കോണിയൻ നിയമം അനുസരിച്ചാണ് കേസ് ചാർജ് ചെയ്തത് എന്നത് കൂടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം നടക്കണം. എതിർക്കേണ്ടതിനെ എതിർത്ത് പരാജയപ്പെടുത്തുകയും വേണ്ടിവരും. തുടരുക. എം ടി രമേശ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം ടി രമേശ്, കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ പേരിൽ 9 വർഷം വിചാരണ തടവുകാരനായി ജീവപര്യന്തത്തിനേക്കാൾ കൂടുതൽ വലിയ ശിക്ഷ അനുഭവിച്ച ആളെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പേരിൽ 2 വർഷമായി തടവിലിട്ടിരിക്കുന്നത്. കോയമ്പത്തൂർ തന്നെ ബാംഗ്ലൂർ സ്ഫോടന കേസിലും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നിലവിൽ തന്നെ അബ്ദുൽ നാസർ മദനി മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രതീകമായി അറിയപ്പെടുമ്പോൾ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമായി തുടരും. അല്ല, ഇതിൽ കോടതിയുടെ സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമേ ഇന്നുണ്ടായിട്ടുള്ളൂ. കോടതിയാണ് ജാമ്യം കൊടുക്കേണ്ടത്. ഒരു പ്രതിയുടെ അല്ലെങ്കിൽ വിചാരണ തടവുകാരനായി പിടിക്കപ്പെട്ടിരിക്കുന്ന, ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ജാമ്യഹർജി കോടതിയുടെ മുമ്പാകെ വരുന്നത് പറയുന്നത് ശരിയാണ്. കോടതി തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് കോടതിയെ വിമർശിക്കാൻ കഴിയുന്ന പൊതുസമൂഹത്തിന്റെ ഭാഗമായ പൗരന്മാരാണ് നമ്മളെല്ലാവരും. അവിടെയാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 9 വർഷം വിചാരണ തടവുകാരനായി ജീവപര്യന്തത്തെക്കാൾ വലിയ ശിക്ഷ അനുഭവിച്ച് അബ്ദുൽ നാസർ മദനി വെറുതെ വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനത്തിൽ അനുവദിക്കുകയാണെങ്കിൽ അത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് പ്രതികരിക്കുകയെങ്കിലും വേണ്ടിവരും. അല്ല, ഇതിൽ വിചാരണ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ സംവിധാനത്തിനാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ കോയമ്പത്തൂർ കേസിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. അത് പല ആളുകളും മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഈ കേസിൽ
ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിക്കയുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത പ്രോസിക്യൂഷനും അന്വേഷണ സംവിധാനവുമാണ് തെളിയിക്കേണ്ടതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പൊ മനുഷ്യാവകാശത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. ഞാൻ മദനിക്ക് ജാമ്യം കൊടുക്കണ്ട എന്ന അഭിപ്രായക്കാരനല്ല. സ്വാഭാവികമായി നീതി എല്ലാവർക്കും ലഭ്യമാകണം. മദനിക്ക് ജാമ്യം കൊടുക്കാൻ കോടതി തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ എതിർപ്പൊന്നുമില്ല, ഞങ്ങളതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ അത് വാദിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത് ഒരു അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിലെ പോലീസ് സംവിധാനം എത്ര ദിവസം കാത്തു കെട്ടിക്കിടക്കേണ്ടി വന്നു? അതിനും ന്യായവാദങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് PDPയുടെ ഭാഗത്തു നിന്നെങ്കിലും വീണ്ടും കോയമ്പത്തൂർ ആവർത്തിക്കപ്പെടാൻ പോവുകയാണോ? ഈ മനുഷ്യൻ കണ്ണു കാണാതിരിക്കുകയാണ്, കാല് നഷ്ടപ്പെട്ടയാളാണ്, ശരീരമാസകലം അദ്ദേഹം ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്വാഭാവികമായ പ്രതിരോധം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിൽ പോലും പോലീസ് വരുന്നതോ അല്ലെങ്കിൽ പോലീസ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നതോ ഒരാൾ പോലും തടഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഒരിക്കലും തന്നെ മദനിക്ക് അത്തരത്തിൽ ഒരു നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അന്ന് ഉണ്ടായിട്ടില്ല. കാരണം ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനി പ്രതി ചേർക്കപ്പെട്ടപ്പോ മദനി മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. വേണമെങ്കിൽ കർണാടക പോലീസിന് അന്നേ മദനി അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ സുപ്രീം കോടതി വരെ മദനിയുടെ മുൻകൂർ ജാമ്യ ഹർജി പോകുന്ന എല്ലാ ഘട്ടങ്ങളിലും ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് ബാംഗ്ലൂരിലെ പോലീസ് തയ്യാറായത്. അങ്ങനെ മദനിക്ക് മുട്ടാൻ സാധിക്കുന്ന എല്ലാ നീതിന്യായ പീഠങ്ങളും മുട്ടിയതിനു ശേഷം സുപ്രീം കോടതി അടക്കം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കുകയും ബാംഗ്ലൂരിലെ കോടതി, ഈ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതി സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇയാളെ പിടികൂടാൻ കഴിവില്ല എന്ന് വിമർശിച്ചപ്പോഴാണ് കർണാടക പോലീസ് വന്നിട്ടുള്ളത്. താങ്കളുടെ വാദങ്ങൾ അതൊക്കെയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സുപ്രീം കോടതിയാണോ ഇനി അഭയം? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സുപ്രീം കോടതിയാണോ ഇനി അഭയം? അതെ, സുപ്രീം കോടതിയിൽ മാത്രമേ ഇനി അഭയമുള്ളൂ. ഈ കർണാടക ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉള്ള തീരുമാനമുണ്ട്. പക്ഷേ സുപ്രീം കോടതിയും എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയില്ല. ആകെ ജസ്റ്റിസ് മാർക്കണ്ഡേയ ജഡ്ജി മാത്രമാണ് ഒരിക്കൽ സുപ്രീം കോടതിയിൽ മദനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ സഹജഡ്ജി അതിനോട് വിയോജിച്ചു. പിന്നീട് വന്ന ജഡ്ജിമാർ ജാമ്യത്തെ കുറിച്ച് വാദിക്കാൻ പോലും സമ്മതിച്ചില്ല. അതുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അപ്രകാരം നമ്മുടെയൊക്കെ പ്രതീക്ഷ അസ്തമിക്കുമ്പോഴും നമ്മുടെ ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഇന്ത്യൻ പൗരന് ഉണ്ടാകരുത് എന്ന ഉത്കണ്ഠയെങ്കിലും നമുക്കെല്ലാവർക്കും വേണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പൂന്തുറ സിറാജ്, ധന്യ രാജേന്ദ്രൻ, MT രമേശ്, വളരെ നന്ദി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ആരോഗ്യവും സന്തോഷവുമുള്ള കുടുംബത്തിന് മുസ്ലി പവർ എക്സ്ട്രാ ഉപയോഗിക്കൂ. മുസ്ലി പവർ